ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പച്ചക്കള്ളം പറയുന്നവരാണ് ഇവർ. ഇനി കേട്ടോ അയാള് പറയുന്നത്, ബിദ്അത്തിനെ സംബന്ധിച്ച് അയാൾ പറയുന്ന അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളൊന്ന് കേട്ടോളൂ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അയാൾ ചൊന്നത് കാണാ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന. ആരാവട്ടെ ഈ ദീനിക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് നല്ലതല്ലേ ചൊത്ത് വിചാരിച്ചിട്ട് ഈ ഇസ്ലാമിക്ക് എന്താവട്ടൊന്ന് കൊമ്പന്നാൻ കണ്ടെങ്കിൽ അവന് വാദിക്കുന്നതോ നിശ്ചയമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈ ദീനത്ത് ബാട്ട കാര്യത്തില് റിസാലത്ര വിഷയത്തിൽ വഞ്ചന കാട്ടിയത് ചൊത്തുള്ളതുക്കുള്ളത് ಅದಕ್ಕೆ സമാനായിട്ട് അവನು വാദിക്കറോ. അപ്പൊ ദീനിക്ക് പുതിയതായിട്ട് കൊമ്പറോകില്ലേ ഇല്ല. അതുകൊണ്ടു പുതിയതായിട്ട് എന്താവട്ട് കൊമ്പന്നെങ്കിൽ അപ്പ ഇവിടുത്തെ സലഫിരങ്ങ എഞ്ചിതിന്റെ പൽക്ക വരാറ് ഒക്ക പുതിയതായിട്ട് എന്ത് കൊമ്പന്നെങ്കിൽ അപ്പ സലഫിരങ്ങ എണീച്ചിരുന്ന് ചോദ്യം ചെയ്താറ്. ഞാൻ ചോദിക്കട്ട, നിങ്ങൾ അറബി കോളേജ് ഉണ്ടല്ലേ, അത് ദീനിലുള്ള കാര്യല്ലേ? അള്ളാന്റെ റസൂല് അറബി കോളേജ് നടത്തിന? നിങ്ങൾ പാഠപുസ്തകങ്ങൾ ഇറക്കുന്നില്ലേ? നിങ്ങൾ മദ്രസ നടത്തുന്നില്ലേ? അതൊക്കെ അള്ളാന്റെ റസൂല് നടത്തിനോ? അതൊക്കെ പുതിയതല്ലേ? പുതിയതായിട്ട് യൂസ് ആക്കോ തീരാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പല്ലി കെട്ടോ? സിമെന്റ് പുതിയതല്ലേ? നബിയുടെ കാലത്ത് സിമെന്റ് ഇല്ലാത്ത, നബിയുടെ കാലത്തിൽ ഫാനും ലൈറ്റും ഇല്ലാത്ത, നബിയുടെ കാലത്തിൽ ഈ സ്റ്റേജും ഏസിയും എന്തുമില്ലാത്ത, അതുകൊണ്ട് ഇതെങ്ങനെ നിങ്ങൾ യൂസ് ആക്കറോ? അങ്ങനെ ആയിട്ടാ നിങ്ങൾ എങ്ങനെ സ്കൂട്ടറിൽ പോണ്ടോ, നിങ്ങൾ എങ്ങനെ കാറിൽ പോണ്ടോ, നിങ്ങൾ എന്തൊക്കെ ഡോക്ടറേറ്റ് പോണ്ടോ, ഇങ്ങനെ പലതും കേൾക്കാർ. സഹോദരന്മാരെ, ഇതിനങ്ങ ഒരാൾ ഫാൻ ഇട്ടെങ്കിൽ ഏതാവട്ടൊരു ഫാൻ ഈ കമ്പനിയുടെ ഫാൻ ഇട്ടെങ്കിൽ ഇത്ര കൂലി, ആ കമ്പനിയുടെ ഫാൻ എടുത്തെങ്കിൽ ഇത്ര കൂലി അല്ല. ഫാൻ ഇട്ടെങ്കുള്ള കൂലിയേക്കിടെ ഫാൻ പള്ളി കൊടുത്തെങ്കിൽ കൂലി ഉണ്ടാ മൗലവി? അതൊക്കെ മറുപടിയുള്ളൂ. അല്ലാടെ പള്ളിക്ക് ഒരു ഫാൻ കൊടുത്തെങ്കിൽ കൂലി കിട്ടുവാ? അല്ലാടെ പള്ളിക്ക് ഒരു സിമെന്റ് ഒരു കോണി സിമെന്റ് കൊടുത്തെങ്കിൽ കൂലി കിട്ടുവാ? കിട്ടലേ ചൊല്ലു. അതൊക്കെ മറുപടിയുള്ളൂ. ഫാൻ ഇട്ടെങ്കല്ല കമ്പനി ഏത് വേണമെങ്കിൽ വിട്ടു. നീന് അല്ലാടെ പള്ളിക്ക് ഒരു ഫാൻ കൊടുത്തെങ്കിൽ അത് കൂലി കിട്ടുവാ? ഒരു 10 കോണി സിമെന്റ് കൊടുത്തെങ്കിൽ പള്ളി കൊടുത്തെങ്കിൽ കൂലി കിട്ടുവാ? നബിയുടെ കാലത്ത് സിമെന്റ് ഇന്താ, നബിയുടെ കാലത്ത് ഫാൻ ഇന്താ? ಅದಕ್ಕಾಯ್ತಿಗೆ ഞാൻ ആൻസർ ചൊല്ലണോ? സ്വിച്ചിട്ടേക്കല്ല. ഈ സിമെന്റിൽ ഇത്ര കൂലി, ആ സിമെന്റിൽ അത്ര കൂലിയല്ല, സിമെന്റിൽ ഇത്ര കിലോഗ്രാം ഇട്ടിക്കൂ, അത്രേ ഉള്ളൂ. പക്ഷെ സിമെന്റ് കൊടുത്തതിക്ക് കൂലി ഉണ്ടാകും ചൊല്ലു. ഇതെന്തും ഞങ്ങൾ ചെല്ലറവാ? അങ്ങനെ ചൊല്ലോ. നിങ്ങക്ക് ബുദ്ധി വേണ്ടേ? അള്ളാഹു നിങ്ങക്ക് തീരെ ബുദ്ധി തന്നിട്ടില്ല. ഇത് ദുനിയാവായിട്ടുള്ള സുഖ സൗകര്യ അല്ല, അത് ഇബാദത്തുക്ക് വേണാവിടു, നിസ്കരിക്കുമ്പോത്തുക്കു അല്ലേ? അള്ളാഹുടെ പള്ളിക്ക് വേണാവിടു, മദ്രസക്ക് വേണാവിടു, എല്ലാത്തുക്കും വേണാവിടു. സിമെന്റും അതുപോലെ ജല്ലിയും അതുപോലെ തന്നെ ഫാനും എല്ലാത്തുക്കും വേണാവിടു. ഇതിനടുത്ത് അത് ചർച്ചാക്കണം. ചർച്ച ഇവിടെ തെച്ചിട്ട് എവിടെങ്കിലും മൂല തെച്ചിട്ട് അല്ല ചൊല്ലി മുന്നിൽ പറു എതിര് പറു ചർച്ചാക്കൂ അയക്കല്ല ചൊല്ലി. നിങ്ങൾ ധൈര്യം നിങ്ങൾ ഈ കർണാടകത്തെ ഈ സൗത്ത് കണ്ട് എവിടെങ്കിലും മൂലയിൽ നിങ്ങൾ പറു ഇപ്പ ചർച്ചാക്കുക. പറയുമ്പോ എല്ലാ സലഫീന്നങ്ങ ആ റായത്തിൽ ഒരു സലഫീന്നെങ്കും അവന് എങ്ങനാ ഒട്ടാക്കിട്ട് ഒരു ഉസ്താദിനെ വന്നിട്ട് ഒരു സ്പീച്ച് ആക്കപ്പെടാൻ റായത്ത് ഒരു സലഫി നിങ്ങമായി എങ്ങനായിട്ട് ഈദ് മിലാദാക്കുമ്പോ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് അവിടെ ഫിത്തനാക്കിടാൻ ഫിത്തനയുടെ കൊള്ളീന്റെ അർത്ഥ അർത്ഥ അവിടെ മണ്ണ്. ഈ ഈദ് മിലാദ് ചൊന്തുള്ളത് ഇല്ല, ചൊന്തുള്ളത് ഈദ് മിലാദ് ഉണ്ടു, ഇസ്ലാമിലുണ്ടു. ഇസ്ലാമിൽ ധാരാളം പ്രമാണങ്ങളുണ്ട്. ഈ ഈദ് മിലാദ് ചൊന്തുള്ളത് ഇല്ല, ചൊന്തുള്ളത് അതിശക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അങ്ങ് എന്താക്കിനാറ്, അതിനെ സംബന്ധിച്ചിട്ട് അങ്ങ് എതിർത്ത് പൽക്ക് പറഞ്ഞിനാർ. ഇപ്പല്ല എപ്പമാ ഈ ആൾമാരെ ചൊല്ലത് ഉലമാക്കന്മാർ. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ ചൊല്ലത് കാണാ, അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. ഈ ഞങ്ങൾ ഈദ് മീലാദ്രോ
ಇದರ ಅಡಿಸ್ಥಾನಮೇ ಬಿದಾತ್ ಐತಿಕ್ರಿ ಚೊಂತ ಐತಿಕ್ರಿ ಚಲ್ರೋಮ್ ಲಂ ತುನ್ಕಲ್ ಅನ್ ಅಹದುಂ ಮಿನ ಸಲಫು ಸಾಲಿಹ್ ലം തുങ്കൽ അൻ അഹദുൻ ഓതകതല്ലേ മൗലവി ലം തുങ്കൽ അൻ അഹദുൻ ലം തുൻകൽ അൻ അഹദും മിന സലഫു സാലിഹ് മിന അൽ ഖുറൂനി സലാസ കഴിഞ്ഞു പോയ ആ 3 തലമുറകൾ നല്ല തലമുറകൾ 6 പോലും ഈദ് മീലാദ് ആക്കിയിട്ടേ ഇല്ല ಅದಕ್ಕೆ ഒരു രേഖ പോലും അങ്ങല്ലെന്തും അങ്ങ് ചൊന്നതായിട്ട് ഉദ്ധരിച്ചതായിട്ട് കാണുക സാധ്യമേ ഇല്ല ಅಂತ തിക്രി ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ചൊല്ലറ അങ്ങനെ അല്ല ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊന്നറോ അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടില്ല ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫത്വ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഹാവിലിൽ ഫതാവയിലും ഇമാം സഖാവി റളിയല്ലാഹു അൻഹു അൽ അജ്വിബത്തുൽ മർലിയ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാണ് പറഞ്ഞത്? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് ഈദ് മിലാദിന് തെളിവില്ല എന്നല്ല, പിന്നെയോ ആധുനികമായ രീതിയിൽ പുതിയ ശൈലിയിലും മോഡലിലും നടത്തുന്ന രൂപമുണ്ടല്ലോ, അതാണ് പുതിയത് എന്ന് പറഞ്ഞത്. അല്ലാതെ ഈദ് മിലാദിന്റെ തെളിവും ഒരു തെളിവും ഇസ്ലാമിൽ ഇല്ല എന്നല്ല, അതിന് പരിശുദ്ധമായ ഖുർആനിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അത് നടത്താൻ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ തെളിവുണ്ട്. സുബ്ഹാന ജല്ലാലുഹു, എത്ര തെളിവുകൾ വേണം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറയണം, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്താകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും, ഫബിദാലിക ഫൽയഫറഹു, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ. വിശുദ്ധ ഖുർആനാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ഈദ് മിലാദ് നടത്തുന്നത്, നബിയുടെ ജന്മദിനം നടത്തുന്നത്. വിശുദ്ധ ഖുർആനിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. തെളിവില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങളെ ഹൃദയത്തിൽ ഈമാനില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വൈരാഗ്യം വിദ്വേഷം വെച്ച് നടക്കുന്ന നിങ്ങൾക്കുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടാനുള്ള തൗഫീഖ് കിട്ടുന്നത്? നിങ്ങൾക്കതിന്റെ ഭാഗ്യം കിട്ടൂല. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്ന് വിളിക്കുന്നവരാ. അള്ളാഹുവിന്റെ റസൂല് ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളാണ് എന്ന് പറയുന്നവരാ. അള്ളാഹുവിന്റെ റസൂലിനെ 10-15 വിഷയങ്ങളിൽ തരംതാഴ്ത്തുന്ന വിഭാഗമാണ്. 1-2 അല്ല, 10-15 വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തരംതാഴ്ത്തുന്ന കൂട്ടരാണ് നിങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ പേരിൽ സന്തോഷിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് റബ്ബ് തരൂല. ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറളാ. ഇബ്ലീസ്, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബേജാറായത് ഇബ്ലീസുൽ ലഈനിനാണ്. അതേ ഹാഫിദ് ഇബ്നു കതീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായിൽ ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂല് പ്രസവിച്ചപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞ് അട്ടഹാസിച്ച ഒരാളുണ്ടെങ്കിൽ അത് ഇബ്ലീസുൽ ലഈനാണ്. ആ ഇബ്ലീസിന്റെ അനുയായികളാകുന്ന നിങ്ങൾക്കോ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോ നിങ്ങൾക്ക് സഹിക്കാൻ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കാരണം ഇബ്ലീസിന്റെ അനുയായികളില്ലേ നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ അതിന് തൗഫീഖ് കിട്ടുക? നിങ്ങൾക്ക് സലഫിരങ്ങ ഇതര വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു മുല്ല എങ്കിൽ അത് മുല്ല. നിങ്ങ മുള്ളല്ല, ഞങ്ങൾക്കൊരു പുല്ലു. നിങ്ങ ഒരു മുള്ളു അല്ല, നിങ്ങ പുല്ല്. നിങ്ങളെ കണക്കേയല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്ത് മുള്ളു? നിങ്ങളെ മുള്ളിന്റെ കഥ അടുത്ത ക്ലിപ്പിൽ പറ. ഈദ് മിലാദ് ആയെങ്കും യാറയാറായിട്ടില്ല. അതെ, നിങ്ങൾ മുള്ളായിട്ട് ഒരു പുല്ലു ആയിട്ടില്ല. മനസ്സിലായില്ലേ?
ഈദ് മിലാദ് ജാസ്തി ആയിക്കൊണ്ടേ ഉണ്ടെന്നാ പറയുന്നത്. ഒന്നും കൂടി കേൾപ്പിക്കും. ഈദ് മിലാദ് ആയെങ്കും ಯಾರ ಕೊರಡಿಯಾವಿಲ್ಲ. ಈದ್ ಮಿಲಾದ್ ആയെങ്കും ಯಾರ കൊറോടിയാവില്ല. ആവില്ല. നിങ്ങൾ എന്ത് ചൊന്നെങ്കിലും നിങ്ങൾ എത്ര പ്രസംഗിച്ചു നിങ്ങളെ പെൽക്ക കേക്കോ ഈ റായത്താൽ മാറി കിട്ടലേ എന്താ ഇത്ത നിങ്ങൾ പച്ച കള്ളമാറിട്ട് ചൊന്നിട്ട് കൊടുത്ത ആൽമാർക്ക് ಗೊತ್ತಾയിട്